എന്താ സാറേ, എന്റെ വീട് മുഴുവൻ മുങ്ങിത്തപ്പിട്ടും സാറിന് ആരും കിട്ടിയില്ലേ? നിങ്ങൾ അവരെ ഇവിടെ നിന്ന് എങ്ങോട്ടോ മാറ്റി അല്ലേ? ഞാൻ ആരെ ഒരിടത്തേക്ക് മാറ്റിയിട്ടൊന്നുമില്ല. സാറിന് ആരോ പറ്റിച്ചതാ. ആ, അല്ലെങ്കിലും പലപ്പോഴും ഇതുപോലെ ഓരോ വിഡ്ഢിവേഷം കെട്ടുന്നതാണല്ലോ സാറിന്റെ ഒരു ശീലം. തൽക്കാലം ഞങ്ങൾക്ക് അവരെ കിട്ടില്ലെന്നുള്ള സന്തോഷത്തിൽ അധികം കിടന്ന് തിളക്കിണ്ട. നിങ്ങൾ അവരെ എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചാലും ഞാൻ അവരെ കണ്ടുപിടിക്കും. നിങ്ങളാണ് അവരുടെ പിന്നിലെന്ന് അവരുടെ ഒരു മൊഴി മതി. നിങ്ങളെ ഇവിടെ നിന്ന് കൈവലം കെട്ട് കൊണ്ടുപോയിരിക്കും ഞാൻ. അതിന് സാർ ഇനി ഒരു ജന്മം കൂടി ജനിക്കണം. എന്നെ ജയിലിൽ കയറ്റാനുള്ള സുഗതൻ മേനോന്റെ വരവിന് പിന്നിൽ സാറും ഉണ്ടോന്ന് എനിക്ക് ബലമായ സംശയമുണ്ട്. സാറെന്നല്ല, സാറിനേക്കാളും വലിയ നക്ഷത്രമുള്ള ഏമാമാര് വിചാരിച്ചാലും ഈ അവന്തികയെ ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല. എന്നെ തകർക്കാൻ വന്നവരെല്ലാം തകർത്തെറിഞ്ഞ പാരമ്പര്യം മാത്രമേ ഉള്ളൂ ഈ അവന്തികയ്ക്ക്. കൊന്നും കൊലവിളിച്ചും ചതിച്ചും വഞ്ചിച്ചും നേടിയ നിങ്ങളുടെ ഈ സാമ്രാജ്യം അധികം നാൾ നിലനിൽക്കില്ല. ആ നെല്ലിശ്ശേരി സേതുമാധവന്റെ ജീവന്റെയും ആ കുടുംബത്തിന്റെയും കണ്ണീരിന്റെയും അടിത്തറയിലാണ് നിങ്ങൾ ഈ കാണുന്നതെല്ലാം കെട്ടിപ്പൊക്കിയത്. സ്വന്തം അമ്മാവനടക്കം നിങ്ങൾ എത്ര പേരെയാ കൊന്നു തള്ളിയത്? അവരുടെ എല്ലാരെയും ചോരയുടെ മണമുണ്ട് നിങ്ങളുടെ ചുറ്റിലും. ഇനി ആ പാവം സ്ത്രീയെ മകളെയും കൂടെ ഇല്ലാതാക്കാൻ ഞാൻ അനുവദിക്കില്ല. ഏത് പാതാളത്തെ കൊണ്ടുപോയി നിങ്ങൾ അവരെ ഒളിപ്പിച്ചാലും ഞാൻ അവരെ കണ്ടുപിടിച്ചിരിക്കും. നമുക്ക് കാണാം. കാണാം. അവന്തിക മാഡം, ഒരു കാര്യം നല്ലതുപോലെ മനസ്സിലാക്കിക്കോ. ഇതേ കേരള പോലീസാ. കളി ഇങ്ങോട്ട് വേണ്ട, മനസ്സിലായോ? കേരള പോലീസ് എന്താണെന്ന് അധികം താമസിക്കാതെ മനസ്സിലാക്കി തരാം കേട്ടോ. അന്നാ മൂർത്തി ഒരു അബദ്ധം കാണിച്ചിട്ടാ. ഇല്ലെങ്കിൽ ഇന്നിവിടെ വന്ന് എന്റെ നേരെ കുരയ്ക്കാൻ ഇയാള് ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു. സർ, എന്തായിരുന്നു കോടതിയിൽ എന്നെ ക്രോസ് ചെയ്യാനുള്ള തയ്യാറെടുപ്പൊക്കെ എവിടം വരെയായി? സാറ് തന്നെയല്ലേ പറഞ്ഞത് സാറ് കേസുമായി കോടതിയിലേക്ക് ഇല്ലെന്ന്? ഞാനങ്ങനെ പറഞ്ഞാലും നിങ്ങൾ കോടതിയിൽ എനിക്കെതിരെ കേസ് മൂവ് ചെയ്താൽ എനിക്ക് കോടതി വരാതിരിക്കാൻ പറ്റില്ലല്ലോ. ആ സിറ്റുവേഷൻ ഒഴിവാക്കണമെന്ന് സർ ഞാനും പറയുന്നത്. സാർ അറിഞ്ഞോന്ന് എനിക്കറിയില്ല. അർച്ചനയുടെ അമ്മ മാനസിക നില തെറ്റി ഒരു മെന്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ. അയ്യോ, ഞാൻ അറിഞ്ഞില്ല. അന്ന് ക്ഷേത്രത്തിൽ വെച്ച് അർച്ചനയെ കണ്ടതിന് ശേഷമോ അമ്മയ്ക്ക് ഇങ്ങനെ സംഭവിച്ചത്? അത് വേണ്ടായിരുന്നു ഇപ്പൊ തോന്നുന്നു. ആരതി നിർബന്ധിച്ചുകൊണ്ടാ അന്ന് ഞാൻ അതിനെ സമ്മതിച്ചത്. സ്വന്തം മകളെ ദൂരെ നിന്നെങ്കിലും ഒന്ന് കാണാനുള്ള അവകാശം ഒരമ്മയ്ക്കില്ലേ സർ? ആരതി, ഇനി ഇതുപോലെ എന്നെ ബുദ്ധിമുട്ടിക്കരുത് പ്ലീസ്. സർ, സാറിന്റെ ന്യായവാദങ്ങൾ സാറിൻ്റേത് മാത്രമാണ്. ആ കുടുംബവും ആ അമ്മയെ അനുഭവിച്ച സങ്കടവുമായി തട്ടിച്ചു നോക്കുമ്പോ അതൊന്നും ഒന്നുമല്ല സർ.